BVAE 181 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്? ഇതിൽ ഏതാണ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്? ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തെറ്റുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിഫിഷ്യൽ ലേക്ക് ഹ്യൂമൻ മോഡിഫൈഡ് ആണ്, സാങ്ച്വറി ഹ്യൂമൻ മോഡിഫൈഡ് ആണ്, ക്രോപ്പ് ഫീൽഡ് ഹ്യൂമൻ മോഡിഫൈഡ് ആണ്. ഇതിൽ ഏതാണ് ഹ്യൂമൻ മോഡിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഉത്തരം പറയേണ്ടി വരും. വാസ്തവത്തിൽ വന്നില്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് എന്നാണ് അവർ ചോദിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഹ്യൂമൻ മോഡിഫൈഡ് അല്ലാത്ത കംപ്ലീറ്റ്ലി ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഡാം. ആർട്ടിഫിഷ്യൽ ലേക്ക് നോക്കൂ, ലേക്ക് നാച്ചുറൽ ആണ്, പക്ഷെ മനുഷ്യന് ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിനകത്ത് കുറെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തുവാണെങ്കിൽ അത് ഹ്യൂമൻ മോഡിഫൈഡ് ആണെന്ന് പറയാം. സാങ്ച്വറി അങ്ങനെ തന്നെയാണ്, കുറെയൊക്കെ നാച്ചുറൽ പാർട്ടാണ്, പക്ഷെ മനുഷ്യന് അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തുമ്പോഴാണ് സാങ്ച്വറി ആകുന്നത്. കൺട്രോളിങ് വരുത്തുന്നു, എല്ലാവർക്കും പ്രവേശനം നിഷേധിക്കുന്നു, അങ്ങനെ മനുഷ്യന്റെ റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോഴാണ് സാങ്ച്വറി ആകുന്നത്. സോ ഹ്യൂമൻ മോഡിഫൈഡ് ആണ്. ക്രോപ്പ് ഫീൽഡും അങ്ങനെ തന്നെയാണ്, കുറെയൊക്കെ ഹ്യൂമൻ മെയ്ഡ് ആണെങ്കിലും അവിടുത്തെ വിത്ത് നമ്മൾ സെലക്ട് ചെയ്യും, വളം നമ്മൾ സെലക്ട് ചെയ്യും, പക്ഷെ നമുക്ക് ആ മണ്ണും മണ്ണിൻ്റെതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നില്ല. സോ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഹ്യൂമൻ മോഡിഫൈഡ് ആണ് ഈ പറഞ്ഞത് 3. ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളത് ഒരെണ്ണമാണ് ഡാംസ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എന്തോ പിശകുണ്ടെന്ന് വേണം കരുതാൻ. ഡാംസ് ഹ്യൂമൻ മെയ്ഡ് ആണ്, അഥവാ ഹ്യൂമൻ മോഡിഫൈഡ് അല്ല, ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയുന്നതാണ്. എന്തായാലും ഇതേ രീതിയിലുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിലെ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഡാം ഈസ് എ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. സോ നാച്ചുറൽ എൻവയോൺമെന്റ്, ടെറസ്ട്രിയൽ എൻവയോൺമെന്റ്, ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ്, മറൈൻ എൻവയോൺമെന്റ്, അറ്റ്മോസ്ഫിയറിക് എൻവയോൺമെന്റ്, ഇതൊക്കെ നാച്ചുറൽ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ കരയിൽ ഉണ്ട് നാച്ചുറൽ, അതാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. ദെൻ ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേക്ക്, പോണ്ട്, അങ്ങനെയുള്ള അല്ലെങ്കിൽ വെൽ, അതൊക്കെ ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ് ആണ്. ദെൻ മറൈൻ എൻവയോൺമെന്റ് സമുദ്രം ആണ്. ദെൻ അത് സലൈൻ വാട്ടർ ആണ്, നമുക്കറിയാം. ദെൻ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ നാച്ചുറൽ എൻവയോൺമെന്റ് ഇങ്ങനെ പല രീതിയിൽ തിരിക്കാം. ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ് തന്നെ അർബൻ ഉണ്ട്, അഗ്രികൾച്ചറൽ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്. നാഗരികമായ എൻവയോൺമെന്റ് ഉണ്ട്, കാർഷിക മേഖലയിലുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ട്. സോഷ്യൽ എൻവയോൺമെന്റ് ആണെങ്കിൽ കൾച്ചറൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, അങ്ങനെയുമുണ്ട്. അതർ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് ഏതൊക്കെയാണ്? മൈക്രോ എൻവയോൺമെന്റ്, വിർച്വൽ എൻവയോൺമെന്റ്, ഇതൊക്കെയാണ്. അതില് നമ്മുടെ ചോദ്യം ഇതായിരുന്നു. അത് ഇതിനകത്ത് ക്വസ്റ്റ്യനിലുള്ള കൺഫ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു എ പൊസിഷൻ ഇൻ ദ ഫുഡ് ചെയിൻ? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഫുഡ് ചെയിനിലെ പൊസിഷൻ? കമ്മ്യൂണിറ്റി ലെവലാണ്, പോപ്പുലേഷൻ ലെവലാണോ, ട്രോഫിക് ലെവലാണോ, ബയോട്ടിക് കമ്മ്യൂണിറ്റി ആണ്? നമുക്ക് ഫുഡ് ചെയിനിലെ പൊസിഷൻ പറയുമ്പോൾ ട്രോഫിക് ലെവൽ ആണ്. കാരണം ട്രോഫിക് ലെവൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പൊസിഷൻ ഇൻ ദ ഫുഡ് ചെയിൻ. ട്രോഫിക് ലെവൽ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫുഡ് ചെയിനിലെ പൊസിഷൻ തന്നെയാണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ ലെവൽ ഓർ സ്റ്റെപ്പ് അറ്റ് വിച്ച് ആൻ ഓർഗാനിസം ഫീഡ്സ് ആൻ ഓർഗാനിസം അതർ ഓർഗാനിസംസ്. ഒരു ഓർഗാനിസം മറ്റു ഓർഗാനിസത്തെ ഫീഡ് ചെയ്യുന്ന, ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിലെ എനർജി മറ്റേ ഓർഗാനിസത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയാം, എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ ട്രോഫിക് ലെവൽ 1 പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ദെൻ ട്രോഫിക് ലെവൽ 2 പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്ലാന്റ്സിനെ തിന്നുന്ന ഹെർബിവറസ് അനിമൽസ്, റാബിറ്റ്, ഡീർ ഒക്കെ എക്സാമ്പിൾ. ട്രോഫിക് ലെവൽ 3 എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്, അതെപ്പോഴും കാർണിവറസ് ആണ്. ഫസ്റ്റ് ലെവൽ കാർണിവറസ്, വൂൾഫ് റാബിറ്റിനെയോ ഡീറിനെയോ കഴിക്കുക. ഇനി ട്രോഫിക് ലെവൽ 4 എന്ന് പറയുന്നത് ടെറിഷറി കൺസ്യൂമേഴ്സ് ആണ്, അവരും കാർണിവറസ് തന്നെയാണ്. അപ്പെക്സ് പ്രൊഡക്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് പ്രൊഡക്റ്റേഴ്സ്, ചിലപ്പോൾ ഇവരെ പിടിച്ചിരുന്ന മറ്റു ജീവികൾ ഉണ്ടെങ്കിൽ അവ ട്രോഫിക് ലെവൽ 5 എന്ന് പറയേണ്ടി വരും. സോ ഇത് ആണ് നമുക്ക് വേറൊരു ചോദ്യമായിട്ട് ഈ രീതിയിൽ ട്രോഫിക് ലെവൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബയോസ്ഫിയർ വാട്ടർ കമ്പോണന്റ് ഈസ് നോൺ ആസ് ഡാഷ്. ബയോസ്ഫിയറിലെ വാട്ടർ കമ്പോണന്റിന് നമ്മൾ എന്താ പറയാ? ബയോസ്ഫിയറിലെ വാട്ടർ കമ്പോണന്റിനെ ഹൈഡ്രോസ്ഫിയർ എന്നാ പറയാ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ കമ്പോണന്റ് ആണെങ്കിൽ ഹൈഡ്രോസ്ഫിയർ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണെങ്കിലും വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചൂടെ ബയോസ്ഫിയറിലെ ഗേഷ്യസ് കമ്പോണന്റ് ഏതാണ്? അപ്പൊ നമുക്ക് അറ്റ്മോസ്ഫിയർ പറയേണ്ടി വരും. ബയോസ്ഫിയറിലെ
സോയിൽ റോക്ക് കമ്പണന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിത്തോസ്ഫിയർ പറയേണ്ടി വരും. ബയോസ്ഫിയറിലെ ഇക്കോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് ബയോസ്ഫിയറിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ്. ബയോം എന്നും ചിലപ്പോ നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഇനി വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. സൾഫർ സൈക്കിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. സൾഫർ സൈക്കിള് പകുതി ഭാഗം ഗേഷ്യസ് സൈക്കിൾ ആണെങ്കിൽ ബാക്കി പകുതി ഭാഗം സെഡിമെന്ററി സൈക്കിൾ ആണ്, അങ്ങനെ പറയേണ്ടി വരും. അപ്പൊ അതിലെ ഗേഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് ഇവയൊക്കെ റിലീസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലേക്കാണ്. വോൾക്കാനിക് പ്രവർത്തനം, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുക. ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി, ഇത് രണ്ട് അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ട് വാതക രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് ആ സൾഫർ ഡയോക്സൈഡ് ഉയരുന്നു. ചിലപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് സൾഫർ ഡയോക്സൈഡ്, ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടും സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു. ഇത്രയും ഭാഗം അത് ഗേഷ്യസ് ആണ്. സോ പിന്നീട് അടുത്ത ഭാഗമാണ് സൾഫർ സൈക്കിളിന്റെ രണ്ടാം ഭാഗം, അത് സെഡിമെന്ററി സൈക്കിൾ എന്ന് പറയുന്നത്. സൾഫർ കോമ്പൗണ്ട്സ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ, ഇങ്ങനെയാണ് സൾഫർ കോമ്പൗണ്ടുകൾ മണ്ണിലോ കരയിലോ വന്ന് ഡെപ്പോസിറ്റഡ് ആവുന്നു. അത് ഒഴുകി വെള്ളത്തിലൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കടലിലേക്ക് എത്തിച്ചേരുന്നു. അക്യുമുലേറ്റ് ത്രൂ സെഡിമെന്റ്സ് ആൻഡ് റോക്സ്, ചിലപ്പോ റോക്സിലൂടെയും സെഡിമെന്റ്സിലൂടെയൊക്കെ അതായത് സൾഫർ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇത് അതുകൊണ്ട് പകുതി ഭാഗം സൾഫർ സൈക്കിളിന്റെ പകുതി ഭാഗം ഗേഷ്യസ് സൈക്കിൾ ആണെങ്കിൽ പകുതി ഭാഗം അങ്ങനെയല്ല, അഥവാ അത് സെഡിമെന്ററി സൈക്കിൾ ആണെന്ന് പറയേണ്ടി വരും. മറ്റൊരു ചോദ്യം ഇതാണ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആരാണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്, നമുക്കറിയാം. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. ദെൻ കൺസ്യൂമേഴ്സേ അല്ല. ഹെർബീവറസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ പിടിച്ചു തിന്നുന്നത്, അത് തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സ് തന്നെയാണ്. പക്ഷെ അവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. റാബിറ്റും ഡിയറൊക്കെ പ്രൈമറി കൺസ്യൂമർ. കാർണിവറസ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. അപ്പോ കാർണിവറസ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ബോത്ത് ഹെർബിവറസ് ആൻഡ് കാർണിവറസ് എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഇൻ കോർണിഫറസ് ഫോറസ്റ്റ് ദ സോയിൽ ഈസ് ഡാഷ്. സ്തൂപികാഗ്ര വനങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളുടെ മുകൾ ഭാഗം കോൺ ഷേപ്ഡ് ആയിട്ടുള്ള മരങ്ങൾ, അങ്ങനെയുള്ള ട്രീസ് ഒക്കെ ഉള്ള ഫോറസ്റ്റിനെയാണ് കോർണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ അതായത് പൈന്, ഫിർ, സ്പ്രൂസ് ഇതൊക്കെ കോർണിഫറസ് ഫോറസ്റ്റിൽ കാണുന്ന മരങ്ങളാണ്. അവിടുത്തെ മണ്ണിനൊരു കുഴപ്പമുണ്ട്. എന്താ മണ്ണിന്റെ കുഴപ്പം? അവിടുത്തെ മണ്ണ് എപ്പോഴും അസിഡിക്കുമായിരിക്കും, മിനറൽ ഡെഫിഷ്യന്റും ആയിരിക്കും, മിനറൽസിന്റെ കുറവായിരിക്കും, അസിഡിക്കും ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ അസിഡിക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇലകൾ എന്ന് പറയുന്നത് ഒരുതരം സ്പൈൻ പോലുള്ള സ്പൈക്കഡ് ആയിട്ടുള്ള ഇലകളായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക നാരുകൾ പോലെ സൂചി പോലുള്ള ഇലകളായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇതൊക്കെ കൂടുതലായിട്ട് അസിഡിക് ആയിട്ടുള്ള അത് മെൽറ്റ് ആയാൽ, അത് ഡീക്കേ ആയാൽ അധികം മിനറൽസ് ഒന്നും ഉണ്ടാവില്ല അതിൽ നിന്ന്. അതാണ് അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ആ വനങ്ങളിലൊക്കെ മിനറൽ ഡെഫിഷ്യന്റ് ആയിരിക്കും. സാധാരണ വനങ്ങളിൽ ഇലകളൊക്കെ ഡീക്കേ ആയാൽ അത് ഹ്യൂമസ് കണ്ടന്റ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഈ കോർണിഫറസ് ഫോറസ്റ്റിൽ ഇലകളൊക്കെ ഏതാണ്ട് സ്പൈക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് തോർണി ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് അത് ഒരുപാട് മിനറൽ കണ്ടന്റ് ഉണ്ടാക്കില്ല. അതാണ് അതിന്റെ ഒരു കാരണം. അപ്പൊ അസിഡിക്കും മിനറൽ ഡെഫിഷ്യന്റും എന്ന ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരിക. മറ്റൊരു ചോദ്യം, കെമലിയോൺസ്, അഗമിഡ്സ് ആൻഡ് ഗെക്കോസ് ആർ ഫൗണ്ട് ഇൻ. കെമലിയോൺ നമുക്കറിയാം മരയോന്തിനെയാണ്, മരത്തിൽ കാണുന്ന ഒരുതരം ഓന്തിനെയാണ് കെമലിയോൺ എന്ന് പറയുന്നത്. ദെൻ ഒരുതരം ഡ്രാഗൺ ലിസാർഡുകളാണ് അഗമിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗെക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം ടൈപ്പ് ഓഫ് ലിസാർഡ്സ് ആണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് ഇവയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നൗ പത്താമത്തേത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് എക്സ്ക്രീസ് വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആൻഡ് ഡസ് നോട്ട് യൂസ് വാട്ടർ ഫോർ ടെമ്പറേച്ചർ റെഗുലേഷൻ ആൻഡ് ക്യാൻ ലിവ് ഇൻ ദ ഡെസേർട്ട് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. മരുഭൂമിയിൽ കഴിയാൻ കഴിയുന്ന ജീവി ഏത്? വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ മാത്രം എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവി ഏത്? വെള്ളം കുടിക്കാതെ അധികം നാൾ കഴിയാൻ കഴിയുന്നത്? ക്യാമലാണ് ഈ പ്രത്യേകതകളൊക്കെ ഉള്ളത്. ക്യാമലിന്റെ കാര്യത്തിലാണ്. Now
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് അൺഅറ്റാച്ച്ഡ് അക്വാട്ടിക് ഓർഗാനിസം വിച്ച് ലിവ്സ് അറ്റ് ദ എയർ വാട്ടർ ഇന്റർഫേസ് ഈസ് നോൺ ആസ്. അത് നോസ്റ്റണുകളാണ്. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ വയർ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് ഈസ് കൺസിഡേർഡ്. വാട്ടർ റിസോഴ്സിന്റെ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രഷ് വാട്ടറിന്റെ ലെസ് ദാൻ 3 എന്ന് പറയാം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട്. Then which one of the following is a നോൺ റിന്യൂവബിൾ റിസോഴ്സ്? താഴെ പറയുന്നത് ഏതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്? ഇവിടെ പറയുന്നതിൽ വൈൽഡ് ലൈഫ് ഒക്കെ വീണ്ടും മരം വെച്ച് പിടിപ്പിച്ചുണ്ടാക്കാം. വാട്ടറും മഴവെള്ളത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും, റിന്യൂ ചെയ്യാം. ഫോറസ്റ്റും മരം വെച്ച് പിടിപ്പിച്ചുണ്ടാക്കാം. പക്ഷേ മിനറൽ ഡെപ്പോസിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കൽ തീർന്നു പോയാൽ അത് തീർന്നത് തന്നെ, രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല. ദി ആവറേജ് സലൈനിറ്റി ഓഫ് സീ വാട്ടർ. സീ വാട്ടറിന്റെ ആവറേജ് സലൈനിറ്റി പറയുന്നത് 3.5% ആണ്. സമുദ്രജലത്തിന്റെ ഉപ്പിന്റെ അംശം എന്ന് പറയുന്നത് ശരാശരി എല്ലായിടത്തും ഒരുപോലെ അല്ല. ചിലയിടത്ത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് ഉണ്ടാവും, ചിലയിടത്ത് ഉപ്പ് കുറവായിരിക്കും. എസ്ട്രീസിലൊക്കെ ഫ്രഷ് വാട്ടറും കൂടി മിക്സ് ആവുന്നതുകൊണ്ട് എസ്ട്രീസിലും റിവറും കടലും കൂടിച്ചേരുന്ന ഭാഗത്തൊക്കെ സലൈനിറ്റി കുറവായിരിക്കും. എന്നാൽ ആവറേജ് വെച്ചിട്ട് നമുക്ക് പറയുമ്പോൾ 3.5% ആയിരിക്കും ആവറേജ് സലൈനിറ്റി ഓഫ് സീ വാട്ടർ എന്ന് നമുക്ക് പറയാം. Which one of the following is not achieved by addition of manure? Manure കൂട്ടിച്ചേർത്തത് കൊണ്ട് നമുക്ക് എന്ത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല? ഡിക്രീസ് ഇൻ സോയിൽ സലൈനിറ്റി. സോയിൽ സലൈനിറ്റിയിലെ ഡിക്രീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ മാനുവറിലൂടെ ചെയ്യാം. മോർ സ്റ്റേബിൾ ആയിട്ടുള്ള അഗ്രഗേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. ഇംപ്രൂവ്ഡ് കൊഹസീവ്നെസ് ഓഫ് സോയിൽ, ഇൻക്രീസ് ഇൻ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി, ഇതൊക്കെയുണ്ട്.